അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, പ്രിയപ്പെട്ട സ്നേഹിതന്മാർ, ഷഹാദത്തു അദ്ദാസിൻ്റെ സാക്ഷ്യം ദുൽഖഅദ സനത്ത അശ്രീൻ മിനൽ ബിഅ്സ, പ്രവാചകത്വലബ്ധിയുടെ 10-ാം വർഷം ദുൽഖഅദ മാസം. കാന സ്വാഹിബ അൽ ബുസ്താനി ഉത്ബത്തു വ ശൈബ, ഈ തോട്ടത്തിൻ്റെ 2 ഉടമകൾ അഥവാ ഉത്ബയും ശൈബയും ഖദ് റഅയ, 2 പേരും കണ്ടവരായിരുന്നു. മാ ലഖിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ സഖീഫ് ഗോത്രത്തിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിമുഖീകരിച്ച കാര്യങ്ങൾ ഇവർ 2 പേരും കണ്ടവരായിരുന്നു. വക്കാന മിൻ അഅദാഇഹി അൽ മുശ്രിക്കീൻ, ഇവർ 2 പേരും ബഹുദൈവ ആരാധകരിൽപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശത്രുക്കളിൽപ്പെട്ട ആളുകളായിരുന്നു. വലാക്കിൻ ഗലബത് മിൻഹുമ അവാതിഫുർ റഹിം അല അവാതിഫിദ്ദീൻ, എന്നാലും ഇവരിൽ നിന്ന് കുടുംബത്തിനോടുള്ള ആ ബന്ധം മികച്ചു നിന്നു. അല അവാതിഫിദ്ദീൻ, മതത്തിനോടുള്ള ബന്ധത്തേക്കാൾ കുടുംബത്തോടുള്ള ബന്ധം ഇവരിൽ നിന്ന് മികച്ചു നിന്നു. ഫറഖാലഹു വഅതഫ അലൈഹി, അത് കാരണം അവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കരുണ കാണിക്കുകയും ദയ കാണിക്കുകയും ചെയ്തു. ഫഅർസല ഇലൈഹി ഗുലാമഹും അൻ നസ്രാനിയ അദ്ദാസൻ, അങ്ങനെ അവർ ഇരുവരും അവരുടെ ക്രിസ്ത്യാനിയായ ഭൃത്യൻ അദ്ദാസിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. ബിഇനബിൻ ഫി തബഖ്, ഒരു പ്ലേറ്റിൽ, ഒരു വട്ടിയിൽ കുറച്ച് മുന്തിരിയുമായിട്ട് പറഞ്ഞയച്ചു. ഫഅക്കല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ ഹാദിഹിൽ ഹദിയ, ക്ഷീണിച്ചിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദിയയിൽ നിന്നും ഭക്ഷിച്ചു. ബഅദ അൻ ഖാല ബിസ്മില്ലാഹ്, ബിസ്മില്ലാ എന്ന് പറഞ്ഞതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷിച്ചത്. ഫഅജബൽ ഗുലാമ ഹാദൽ കലാം, ഈ വചനം ഈ ഭൃത്യനെ അത്ഭുതപ്പെടുത്തി. ഫജറ ബൈനഹുമാ ഹിവാർ, അങ്ങനെ ഈ ഭൃത്യൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഇടയിൽ ഒരു സംഭാഷണം നടന്നു. ആ സംഭാഷണമാണ് ഇനി പറയുന്നത്. അദ്ദാസ് പറഞ്ഞു, വല്ലാഹി ഇന്ന ഹാദൽ കലാമ മാ യഖൂലുഹു അഹ്ലു ഹാദിഹിൽ ബിലാദ്, അള്ളാഹുവാണ് സത്യം, ഈ വചനം ഈ നാട്ടുകാർ പറയാറില്ല. അന്നബിയു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, വമിൻ അയ്യി അഹ്ലിൽ ബിലാദി അന്ത് യാ അദ്ദാസ് വമാ ദീനുക്, അദ്ദാസേ നീ ഏതു നാട്ടുകാരനാണ്, നിൻ്റെ മതം ഏതാണ്? അദ്ദാസ് പറഞ്ഞു, നസ്രാനിയുൻ വ അന റജുലുൻ മിൻ അഹ്ലി നീനവ, ഞാൻ ക്രിസ്തു മതക്കാരനാണ്, ഞാൻ നീനവക്കാരനാണ്. അന്നബി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മിൻ ഖറിയത്തി റജുലി അസ്വാലിഹി യൂനുസ് ബിൻ മത്ത, സ്വാലിഹായ യൂനുസ് ബിൻ മത്ത അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനാണോ? അദ്ദാസ് പറഞ്ഞു, മാ യുദ്രീക മാ യൂനുസ് ബിൻ മത്ത, യൂനുസ് ബിൻ മത്തനെക്കുറിച്ച് നിങ്ങൾക്കെങ്ങനെയാണ് പരിചയം, നിങ്ങളെങ്ങനെയാണ് അറിഞ്ഞത്? അന്നബി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദാക അഖി, അദ്ദേഹം എൻ്റെ സഹോദരനാണ്.
കാന നബിയൻ വ അന നബി, അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു, ഞാനും ഒരു പ്രവാചകനാണ്. ഇത് കേട്ടപ്പോൾ ഫഅകബ അദ്ദാസുൻ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ വ്യാപൃതനായി. യുഖബ്ബിലു റഅസഹു വയദൈഹി വഖദമൈഹി, അദ്ദാസ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയും ഇരു കൈയും ഇരു കാൽപാദങ്ങളും ചുംബിക്കാൻ തുടങ്ങി. സുമ്മ ലമ്മൻ സറഫ ഇലാ സയ്യിദൈഹി, പിന്നെ അദ്ദാസ് തൻ്റെ രണ്ട് യജമാനന്മാരുടെ അടുത്തേക്ക് പോയപ്പോൾ ഖാല ലഹുമ, അദ്ദാസ് അവരോടായി പറഞ്ഞു, യാ സയ്യിദയ്യ, എൻ്റെ യജമാന്മാരെ, മാ ഫിൽ അർളി ശൈഉൻ ഖൈറു മിൻ ഹാദാ, ഇവരെക്കാൾ ഉത്തമനായിട്ട് ഈ ഭൂമിയിൽ ഒന്നും തന്നെയില്ല. ലഖദ് അഖ്ബറനി ബി അംർ, ഇവർ ഒരു കാര്യം എന്നെ അറിയിച്ചിരിക്കുകയാണ്. മാ യഅലമുഹു ഇല്ലാ നബിയുൻ, ഒരു പ്രവാചകനല്ലാതെ ആ കാര്യം അറിയുകയില്ല. അങ്ങനെയുള്ളൊരു കാര്യം ഇവർ എന്നെ അറിയിച്ചിരിക്കുകയാണ്. ഖാല ലഹു, ഇത് കേട്ടപ്പോൾ ഉത്ബത്തും ശൈബത്തും ഇവർ രണ്ടുപേരും അദ്ദാസിനോട് പറഞ്ഞു, വൈഹക്ക യാ അദ്ദാസ്, അദ്ദാസ് നിനക്ക് നാശം. ലാ യസ്രിഫന്നക അൻ ദീനിക്, ഇദ്ദേഹം നിന്റെ ദീനിൽ നിന്നും മതത്തിൽ നിന്നും മാറ്റാതിരിക്കട്ടെ. ഫഇന്ന ദീനക ഖൈറും മിൻ ദീനി, നിശ്ചയം നിൻ്റെ മതം ഇദ്ദേഹത്തിൻ്റെ മതത്തേക്കാൾ ഉത്തമമാണ്. അതുകൊണ്ട് ഇദ്ദേഹം നിൻ്റെ ദീനിൽ നിന്നും നിന്നെ മാറ്റാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. പിന്നീട് ഖർണു സആലിബ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ഉള്ള ഒരു സംഭവം, ഇൻഷാ അല്ലാഹ് അത് ഈ പാഠത്തിന് തുടർന്നുകൊണ്ടുള്ള ഒരു വിഷയമായതുകൊണ്ട് നമുക്ക് ആ പാഠം കൂടെ ഇതിൻ്റെ കൂടെ തന്നെ പറയാം. വിഫാദത്തുൽ ജിന്ന്, ജിന്നുകളുടെ വരവ്. ദുൽഖഅദ സനത്ത അശ്രിൻ മിനൽ ബിഅസ, പ്രവാചകത്വ ലബ്ധിയുടെ 10-ാം വർഷം ദുൽഖഅദ മാസം. ലമ്മ ബലഗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിയപ്പോൾ ഇൻദ മുൻസരിഫിഹി മിന ത്വായിഫ്, ത്വായിഫിൽ നിന്നും മടങ്ങുമ്പോൾ ഖർണ സആലിബ് എന്ന് പറയുന്ന സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിയപ്പോൾ നാദാഹു ജിബ്രീലു ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് സമിയ ഖൗല ഖൗമിക ലക, അങ്ങയുടെ സമൂഹം അങ്ങയോട് പറഞ്ഞ വാക്ക് നിശ്ചയം അല്ലാഹു തആല കേട്ടിരിക്കുന്നു. വമാ റദ്ദു അലൈക, അവർ അങ്ങയോട് പ്രതികരിച്ചതും അല്ലാഹു തആല കേട്ടിരിക്കുന്നു. വഖദ് ബഅസല്ലാഹു ഇലൈക, അല്ലാഹു തആല തങ്ങളിലേക്ക് അയച്ചിരിക്കുകയാണ്. മലക്കൽ ജിബാൽ, പർവ്വതങ്ങളുടെ മലക്കിനെ അയച്ചിരിക്കുകയാണ്. ലിതഅ്മുറഹു ബിമാ ശിഅ്ത ഫീഹിം, അങ്ങെന്താണോ അവരിൽ ഉദ്ദേശിക്കുന്നത് ആ കാര്യം ഈ മലക്കിനോട് തങ്ങൾക്ക് നിർദ്ദേശിക്കാം, കൽപ്പിക്കാം. അതിനു വേണ്ടി അല്ലാഹു തആല തങ്ങളിലേക്ക് പർവ്വതങ്ങളുടെ മലക്കിനെ നിയോഗിച്ചിരിക്കുകയാണ് എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ ഫനാദാഹു മലക്കുൽ ജിബാൽ, പർവ്വതങ്ങളുടെ മലക്ക് അള്ളാഹുവിൻ്റെ റസൂലിനെ വിളിച്ച് ഫസല്ലമ അലൈഹി, മുത്തുനബിയോട് ആ മലക്ക് സലാം പറഞ്ഞു. സുമ്മ ഖാൽ, എന്നിട്ട് ആ മലക്ക് പറഞ്ഞു, യാ മുഹമ്മദ്, ഓ സ്തുതിക്കപ്പെട്ടവരെ, ദാലിക ഫീമാ ശിഅ്ത്, അത് അങ്ങ് ഉദ്ദേശിക്കുന്ന പ്രകാരം ചെയ്യാം.
ഇൻ ശിഅ്ത അൻ ഉത്ബിഖ അലൈഹിമുൽ അഖ്ശബൈൻ, ഈ രണ്ട് പർവ്വതങ്ങൾ അവർക്ക് മീതെ ഞാൻ മൂടിക്കളയണമെന്നാണ് അങ്ങ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ചെയ്തു കൊള്ളാം. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വേണ്ട, ബൽ അർജു, ഞാൻ ഉദ്ദേശിക്കുകയാണ്, ബൽ അർജു, പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുകയാണ്, അൻ യുഖ്രിജ അല്ലാഹു മിൻ അസ്ലാബിഹിം, അവരുടെ മുതുകിൽ നിന്നും അള്ളാഹു കൊണ്ടുവരും, മൻ യഅ്ബുദുല്ലാഹ വഹ്ദഹ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരെ, ലാ യുശ്രികു ബിഹി ശൈഅ, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്തവരെ അവരുടെ മുതുകിൽ നിന്നും അള്ളാഹു കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് വേണ്ട എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വലമ്മാ ബലഗ നഖ്ല, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്ര തുടർന്നു. വലമ്മാ ബലഗ നഖ്ല, നഖ്ല എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഖാമ ഫീ ജൗഫിൽ ലൈൽ യുസല്ലി, അർദ്ധരാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരം നിർവഹിക്കാൻ തുടങ്ങി. ഫമറ ബിഹി സബഅതു നഫരിൻ മിൻ ജിന്നി നസീബീൻ, ആ സമയത്ത് നസീബീൻ എന്ന് പറയുന്ന നാട്ടിലുള്ള ജിന്നുകളിൽ നിന്ന് 7 അംഗങ്ങൾ, 7 ആളുകളടങ്ങുന്ന ഒരു സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികെ നടന്നു. ഫസ്തമഉൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതുമ്പോൾ ആ ഖുർആൻ ആ ജിന്നുകൾ ശ്രദ്ധിച്ചു കേട്ടു. ഫആമനു ബിഹി, അങ്ങനെ അവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു. സുമ്മൻസറഫു ഇലാ അസ്ഹാബിഹിം, പിന്നെ ആ ജിന്നുകൾ അവരുടെ അനുയായികളിലേക്ക് പിരിഞ്ഞുപോയി. മുൻദിരീൻ, അവരെ മുന്നറിയിപ്പ് ചെയ്യുന്നവരായിട്ട്. ഖാലല്ലാഹു തആല, ഈ വിഷയത്തെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞു, വഇദ് സറഫ്നാ ഇലൈക നഫറം മിനൽ ജിന്ന് യസ്തമിഊനൽ ഖുർആൻ ഫലമ്മാ ഹളറൂഹു ഖാലൂ അൻസിതു ഫലമ്മാ ഖുളിയ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ. വഇദ് സറഫ്നാ ഇലൈക നഫറം മിനൽ ജിന്ന്, അങ്ങയുടെ അടുത്തേക്ക് ജിന്നുകളിൽ നിന്നുള്ള ഒരു സംഘത്തെ നമ്മൾ തിരിച്ച സന്ദർഭം അങ്ങ് ഓർത്തു നോക്കുക. യസ്തമിഊനൽ ഖുർആൻ, ആ ജിന്നുകൾ ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുന്നവരായിട്ട്. അങ്ങനെ ഫലമ്മാ ഹളറൂഹു, ആ ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കാൻ അവർ എത്തിയപ്പോൾ ഖാലു അൻസിതു, അവർ പരസ്പരം പറഞ്ഞു, അൻസിതു, നിങ്ങൾ മൗനം പാലിക്കുക. ഫലമ്മാ ഖുളിയ, അങ്ങനെ അത് അവസാനിച്ചപ്പോൾ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ, അവർ അവരുടെ അനുയായികളിലേക്ക് മുന്നറിയിപ്പുകാരായ നിലയിൽ പിരിഞ്ഞുപോയി എന്ന് ഈ വിഷയത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലു സഖലൈൻ അൽ ജിന്നി വൽ ഇൻസ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിന്ന് ഇൻസിലേക്ക് അയക്കപ്പെട്ട ദൂതനാണ്. ഫഹുവ മുർസലുൻ ഇലൽ ജിന്നി കമാ അന്നഹു മുർസലുൻ ഇലൽ ഇൻസ്, മനുഷ്യരിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനായത് പ്രകാരം ജിന്നിലേക്കും അയക്കപ്പെട്ട പ്രവാചകനാണ്. വഖദ് ജാഅഹു വുഫൂദുഹും മിറാറൻ, ആ ജിന്നുകളിൽ നിന്നുള്ള നിവേദക സംഘങ്ങൾ പല തവണ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചിട്ടുണ്ട്. ഖബ്ലൽ ഹിജ്റത്തി വ ബഅദഹ, ഹിജ്റൻ്റെ മുമ്പും ഹിജ്റൻ്റെ ശേഷവും സമീപിച്ചിട്ടുണ്ട്. ഖൗമൻ ബഅദ ഖൗം, ഓരോ വിഭാഗങ്ങളായിട്ട്. വ ഫൗജൻ ബഅദ ഫൗജ്, ഓരോ കൂട്ടങ്ങളായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചിട്ടുണ്ട്. വ മിൻഹ ഹാദൽ ഇജ്തിമാഉ വൽ ഇസ്തിമാ, ഈ ഒരുമിച്ച് കൂടലും പരിശുദ്ധമായ ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കലുമൊക്കെ അതിൽപ്പെട്ടതാണ്. ഏതായാലും
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ത്വായിഫിലേക്കുള്ള യാത്രയിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും തിരിച്ചു വരുമ്പോൾ അദ്ദാസ് എന്ന് പറയുന്ന ഭൃത്യൻ ഇസ്ലാം സ്വീകരിച്ചു. അതുപോലെ ജിന്നുകളിൽപ്പെട്ട ജിന്നുകൾക്ക് ഇസ്ലാം സ്വീകരിക്കാൻ അല്ലാഹു തആല അവസരമുണ്ടാക്കി കൊടുത്തു. ഇങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.